ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. ഉടൻ വിളിക്കൂ 9001 ഞാനെല്ലാം പറഞ്ഞു തീർക്കാം. കുറെ ദിവസങ്ങളായി എന്റെ മനസ്സിൽ കിടന്ന് പുകയുന്ന കാര്യങ്ങളാ. ഞാൻ ആലോചിക്കായിരുന്നു, ഇത് നിന്നെ അറിയിക്കണമെങ്കിൽ ഏത് രീതിയിൽ വേണം, എവിടെ വെച്ച് വേണം, ആരിലൂടെ അറിയിക്കണമെന്നൊക്കെ. എത്തും പിടിയും കിട്ടാതെ നിക്കാന്ന് പറയില്ലേ, ആ അവസ്ഥയിലാ ഞാൻ ഇപ്പോ. ഈ നിമിഷം ഞാൻ ഉറപ്പിച്ചു, കാര്യങ്ങൾ അറിയിക്കാനുള്ള സമയം ഇതാ. ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ ആന്റി? നിന്റെ അന്വേഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തര ഞാനിപ്പോ പറയാൻ പോകുന്നേ. നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛനായി നീ കണ്ടതും കുറ്റപ്പെടുത്തിയതും കുരിശിലേറ്റിയതും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തനെ ആയിരുന്നില്ലേ? ആ പേര് പറയുമ്പോ നിന്റെ കണ്ണിലെ പക ആർക്കും കാണാൻ പറ്റും. പക്ഷേ ഒരു നിരപരാധിയാണ് നീ ഇത്രയും നാളും കല്ലെറിഞ്ഞ. എനിക്ക് പറഞ്ഞേ പറ്റൂ. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തല്ല എന്റെ അച്ഛനെങ്കിൽ പിന്നെ ആരാണ്? ദാ അങ്ങോട്ടൊന്ന് നോക്കിയേ. അതാ നിന്റെ അച്ഛൻ. കള്ളം, പച്ചക്കള്ളം. കള്ളം അല്ലേ? ഞാൻ തെളിയിച്ചു തരാം. ചേട്ടാ, ആന്റി എന്തൊക്കെയാ പറയുന്നേ? ദാ വായിച്ചു നോക്ക്. എന്റെ ബാലു എനിക്ക് വേണ്ടി എഴുതി വെച്ച കത്താ ഇത്. പ്രിയപ്പെട്ട ചന്ദ്രുവിന് എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ വിവാഹത്തിന് മുൻപ് ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. അതിൽ എനിക്കൊരു കുഞ്ഞുണ്ടായ കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. സിദ്ധാർത്ഥനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥന്റെ മകളാണെന്ന് അവകാശപ്പെടുന്ന തനൂജ വാസ്തവത്തിൽ എന്റെ മകളാണ്. ചന്ദ്രു എന്നോട് പൊറുക്കണം. ഇപ്പൊ എല്ലാം വ്യക്തമായല്ലോ. ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന പ്രണയം. കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയക്കാരിയാ. എന്നെ പ്രസവിച്ച ആ സ്ത്രീ അവരാരാണ്? അവരിപ്പോ എവിടാ? ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, എനിക്കറിയാം. അത് പിന്നെ നിനക്കും അറിയാം. നാട്ടിലെ മന്ത്രി അവര്. അമ്മയെ കണ്ടെത്താൻ നീ അപേക്ഷ കൊടുത്തില്ലേ? ആ മന്ത്രി മേരി തോമസാ നിന്റെ അമ്മ.
ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്ക് മന്ത്രിയോട് നേരിട്ട് ചോദിക്കാം. മേരി തോമസ് അന്ന് ഇവിടെ വന്നത് എന്നോട് കാര്യം പറയാൻ വേണ്ടിട്ടാ. മേരി തോമസിന്റെ പേര് പറഞ്ഞ് സംസാരിച്ചപ്പോ ഞാൻ ശകാരിച്ചത് ഈ കാരണം കൊണ്ടാ. ചന്ദ്രോത്തുകാരൻ നിരപരാധിയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. എല്ലാ തർക്കങ്ങളും പകയും അവസാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞതും അതുകൊണ്ടാ. ഇനി വഴക്കൊന്നും വേണ്ട, എല്ലാം അവസാനിപ്പിക്കണം.